ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബുൽ അത്തീറത്തി അല്ലേ? അല്ലാഹ് അത്തീറത്തെ കുറിച്ച് പറയുന്ന ബാബാണ്. റജബിൻ്റെ ആദ്യ 10 അവർ അറക്കുന്ന ബിംബത്തിന് വേണ്ടി അറക്കുന്നതായിരിക്കുന്ന ആടിൻ്റെ പേരാണ് അത്തീറ. അതിനെക്കുറിച്ച് പറയുന്ന ബാബ്. അൽ ഫസ്ലുൽ അവ്വലു, ഒന്നാമത്തെ ഫസ്ൽ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, മുത്തനബി പറയാണ്, ലാ ഫറഅ, ഈ ഫറഅ എന്നാണ് പരിപാടിയില്ല. ആദ്യ പ്രസവത്തിലുണ്ടാകാതിരിക്കുന്ന ഒട്ടകണ്ടല്ലോ, ആ ഒട്ടകക്കുട്ടീനെ ബിംബത്തിന് അറക്കണം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. വല അത്തീറ, അതുപോലെ തന്നെ അത്തീറത്തുമില്ല. അതാ വരുന്നത് അത്തീറത്ത് കാല. അൽ ഫറഉ, ഫറ എന്ന് പറഞ്ഞാൽ അവ്വലു നിതാജിൻ കാന യന്തിജുലഹും, ഓൽക്ക് പ്രസവിക്കുന്ന ആദ്യ കുട്ടി ഒട്ടകക്കുട്ടിയാണത്. കാനു യദ്ബഹൂനഹു തവാഗീതിഹിം, അവരുടെ ബിംബങ്ങൾ പിശാചുക്കൾക്ക് വേണ്ടിങ്ങാണ്ട്, ചൈത്താന്മാർക്ക് വേണ്ടിങ്ങാണ്ട് അവർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെ അറക്കാറുണ്ടായിരുന്നു. അത്തീറ എന്ന് പറഞ്ഞാൽ ഫി റജബിൻ, റജബിൻ്റെ ആദ്യത്തെ 10 ഇറക്കുന്ന ആടാണ് അത്തീറ. അത് എവിടെ ഇല്ല, ഇസ്ലാമില്ല. മുത്തഫഖുൻ അലൈഹി. അൽ ഫസ്ലു സാനിയൻ മുഹ്നഫ് ബിൻ സുലൈം റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കുന്ന വഖൂഫൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഓതാൻ പോകുന്ന ഹദീസ് മൻസൂഖാട്ടോ, അതെന്നെ പറഞ്ഞത്. ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കുന്നവരായിരുന്നു ഈ അറഫയിൽ. ഇപ്പോൾ സമയത്ത് യഖൂലു, റസൂലുള്ള പറഞ്ഞ് ഞാൻ കേട്ടു, യാ അയ്യുഹൻ നാസ്, നാസേ, ഇന്ന അലാ കുല്ലി അഹ്ലി ബൈത്തിൻ ഫി കുല്ലി ആമിൻ ഉൽഹിയ, എല്ലാ വീട്ടുകാർക്കും എല്ലാ കൊല്ലം ഉൽഹിയത്തുണ്ട് കേട്ടോ. ഇപ്പോൾ അത്തീറയുണ്ട് കേട്ടോ. അത്തീറിൻ്റെ കാര്യത്തിൽ മൻസൂഖാണ്. കാരണം ഹൽ തദ്റൂന അത്തീറ, അത്തീറ എന്താ നിങ്ങൾക്ക് അറിയോ? ഈ അല്ലത്തി തുസമ്മൂന റഹബിയ, റജബിയ, അതിനാണെങ്കിൽ റജബിയ എന്ന് പറയുന്നത്. അഥവാ റജബിൻ്റെ ആദ്യത്തെ 10 നിങ്ങൾ അറക്കേണ്ട റജബിയ എന്ന് പേരിട്ട അതല്ലേ, അതാണ് ആ സംഭവം എന്ന് പറഞ്ഞത്. റവാഹു തുർമുദി വഅബൂ ദാവൂദ് വന്നസായി വഇബ്നു മാജ. വഖാല തുർമുദി പറഞ്ഞു, ഹാദാ ഹദീസുൻ ഗരീബുൻ, ഹദീസ് ഗരീബാണ്, സഈഫുൽ ഇസ്നാദി, പരമ്പര ദുർബലവുമാണ്. വഖാല അബൂ ദാവൂദ അൽ അത്തീറ മൻസൂഖത്തുൻ, അത്തീറാൻ്റെ കാര്യത്തിൽ സംഗതി മൻസൂഖാണ്. അതിപ്പോൾ നിയമവാദകല്ല, അത്തീറ ചെയ്യാൻ പാടില്ല എന്നല്ലേ, തെറ്റാണ്. അൽ ഫസ്ലു സാലിസു അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു ബി യൗമിൽ അദ്ഹ, ബലിപെരുന്നാളിൻ്റെ ദിവസം ആക്കാൻ കൽപ്പിക്കപ്പെട്ടു. ഈദൻ, ഒരാഘോഷമാക്കാൻ കൽപ്പിക്കപ്പെട്ടു എന്നോട്. ജഅലഹുല്ലാഹു ലിഹാദിഹിൽ ഉമ്മ, ഇങ്ങനത്തെ ആഘോഷമാണ് ഈ ഉമ്മത്തിന് അള്ളാഹു ആക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ഖാലഹു റജുലുൻ, അവർ സാബി ചോദിച്ചു, യാ റസൂലല്ലാഹി, റസൂൽ അറിയത്ത തങ്ങൾ പറഞ്ഞാട്ടെ, ഇല്ലം മജിദിൽ ഇല്ല മനീഹത്തൻ ഉൻസ, ഒരു ഇല്ലം മജിദിനെ എത്തിച്ചിട്ടില്ലെങ്കിലോ, ഇല്ല മനീഹത്തൻ, ഒരു കറവുക്കാളിന് വേണ്ടി കൊടുക്കുന്ന സഹാബത്തിന് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യും, പ്രസവിച്ച് കഴിഞ്ഞാൽ കറവ് പറ്റുന്നത് വരെ അയൽവാസിക്കോ കുടുംബക്കാർക്കോ എന്തിനു കൊടുക്കും, ആടിന് അല്ലെങ്കിൽ ഒട്ടകത്തിനെയും പശുവിനെ കറക്കാൻ വേണ്ടി കൊടുക്കും. എന്നിട്ട് കറവ് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്നത് കൊടുക്കും. അബനത്തെ കിട്ടിയത് ഓനോൻ്റെ പശുവുണ്ട്, അതിൻ്റെ കാര്യമായിട്ട് കിട്ടേണ്ട ആ വരുമാനമാവുന്ന പാലിൽ ആരെ കൊണ്ടുപോയി, അയൽവാസി കൊണ്ടുപോയി കുടിച്ചു. ആ കുടിക്കണ കാലത്തോ തിന്നാനും കുടിച്ചാനും കൊടുക്കണം. ആരാ പാൽ കുടിച്ചെന്ന് വെച്ചോ, മനസ്സിലായില്ലേ? അത് മനീഹത്താണ്. ഒരു പെണ്ണായ മനീഹത്തല്ലാതെ എൻ്റെ അടുത്ത് ഇല്ല നബിയെ, നാദിനെ കുറിച്ച് അറക്കണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ കാര്യമില്ല, തങ്ങൾ പറഞ്ഞു. അപ്പോൾ ലഹിയൻഹ കാലല്ല, അത് അറക്കണ്ട. അയൽവാസിക്ക് ചിലപ്പോൾ ഒരു കൊല്ലോ 1.5 കൊല്ലോ 2 കൊല്ലോ പാല് കുടിക്കാനുള്ളൊരു ചാൻസാണ്. അത് കുറിച്ച് അർത്ഥമുണ്ടെങ്കിൽ എന്താവും അറിയോ, ആ കുട്ടിയും പശു കുട്ടിയും കുടുങ്ങും. അതുപോലെ തന്നെ അയൽവാസിക്ക് എന്തില്ലാതെയും ചെയ്യും, അതില്ലാതെ ചെയ്യും. അത് വേണ്ട. വിളാക്കിന് പൊതുമി ശാരീരിക്കാവാതെ പാടില്ല. കുട്ടിയും മുടിയൊക്കെ വെട്ടിക്കോളി, നഖമൊക്കെ മൂർച്ചോളി, അതുപോലെ തന്നെ മീശയൊക്കെ വെട്ടിക്കോളി, ആനത്തൊക്കെ ഹലക്കൊക്കെ ചെയ്തോളി. ഫദാലിക തമാമു ഉൽഹിയത്തി ഇൻദല്ലാഹ്, അതിൻ്റെ ഉൽഹിയത്തിൻ്റെ പരിപൂർണതയാണ് അള്ളാഹുവിൻ്റെ അടുത്ത്. അള്ളാഹിൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സാധാരണ എല്ലാവരും താടി നഗരപ്പോഴാണ് അറുത്ത് കഴിഞ്ഞിട്ടല്ലേ. എനിക്ക് ഇപ്പം ചുവണ്ട് കാണാൻ വെട്ടിയാൽ തന്നെ എന്തായി, അത് അള്ളാഹിൻ്റെ അടുത്ത് തമാമാല് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇതിന് പിന്തിരിഞ്ഞ്, എന്തുകൊണ്ടാണ് അയൽവാസി കൊടുക്കണ്ട നമ്മൾ പറഞ്ഞു, അയൽവാസി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് എൻ്റെ ചെയ്തിട്ട് എൻ്റെ ഉദയത്ത് തമാല് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റവാഹു ഉണ്ടോ? റവാഹു ഉണ്ടായി എന്താ എവിടെ?